ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കാണുന്നത് ദുരാത്മാവ് ബാധിച്ച ഒരു ബാലനെ ഈശോ സുഖപ്പെടുത്തുന്നതാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14-ാം തിരുവചനം മുതലും ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 25-ാം തിരുവചനം മുതലും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതലുള്ള തിരുവചനത്തിലൂടെയും നാം കടന്നു പോകുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു ബാലനെ ഈശോ സുഖപ്പെടുത്തുന്നതാണ്. ഈശോയും തൻ്റെ ശിഷ്യന്മാരും ജനസമൂഹത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു പിതാവ് ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എൻ്റെ ഏക മകനാണിവൻ. ഇവനെ ഒരു ദുരാത്മാവ് പിടികൂടുകയും അവനെ നിലത്ത് വീഴ്ത്തുകയും അവനെ ശാരീരികമായി പീഡിപ്പിക്കുകയും വായിൽ നിന്ന് നുരയും പതയും വരുന്നതുവരെ അവനെ ശാരീരികമായി പീഡിപ്പിക്കുകയും അവനെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു. അവൻ ശരീരം മുഴുവൻ മരിച്ചവനെ പോലെ ആയിത്തീരുന്നു. ഇത് കേട്ട് ഈശോ ഒന്നും പറഞ്ഞില്ല. അവൻ വീണ്ടും പറഞ്ഞു, ഇവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് ഞാൻ കൊണ്ടുവന്നു, അവർക്കെന്നെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈശോ പറഞ്ഞു, വിശ്വാസമില്ലാത്ത തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? ഞാൻ എത്ര നാൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? ഈശോ ആ പിതാവിനോട് പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ആ ബാലനെ ആ പിതാവ് ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ അവനെ കണ്ട ഉടനെ ദുരാത്മാവ് അവനെ നിലത്ത് വീഴിച്ച് അവൻ നിലത്ത് കിടന്ന് ഉരുണ്ടു. ഈശോ പിതാവിനോട് ചോദിച്ചു, എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? പിതാവ് പറഞ്ഞു, ശൈശവം മുതൽ. ഈശോ ആ ശിശുവിന്, ആ ബാലൻ്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. മൂകനും ബധിരനുമായ ദുരാത്മാവിനെ ഈശോ ശകാരിച്ചു. ഈശോ ശകാരിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മൂകനും ബധിരനുമായ ആത്മാവെ, നീ പുറത്തു പോവുക. അവൻ ബാലനെ തള്ളിയിട്ട് അലറി വിളിച്ചുകൊണ്ട് അവൻ പുറത്തുപോയി. ഈശോ ആ ബാലനെ തിന്മയുടെ അരിവിൽ നിന്ന്, പശ്ചാശക്തിയിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ കൊടുത്ത് ആ കുട്ടിയുടെ പിതാവിനെ ഏൽപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ചില തിന്മയുടെ അരൂപികൾ നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങുമെന്ന് നമ്മൾ കാണുകയാണ്. ആ പിതാവ് പറയുന്നുണ്ട്, ആ ആത്മാവിന് പിടികൂടുമ്പോൾ ഇവൻ നിലത്ത് വീഴുന്നു, വായിൽ നിന്ന് നുരയും പതയും പുറത്ത് വരുന്നത് വരെ അവന് പീഡിപ്പിക്കുന്നു, ശാരീരികമായി ഞെരുക്കുന്നു, അവനെ മുറിവേൽപ്പിക്കുന്നു. ഇവനെ തീയിലും വെള്ളത്തിലും ആത്മാവ്, ഈ ദുരാത്മാവ് വീഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം പറയുന്നത് അപസ്മാര രോഗിയെ സുഖപ്പെടുത്തിയ ഈശോയെക്കുറിച്ചാണ്. നമ്മളിൽ മൂകനും ബധിരനുമായ ദുരാത്മാവ് നമ്മളിലോ നമ്മൾ അറിയുന്ന വ്യക്തികളിലോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ വലിയ തിരുനാമ ശക്തിയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ സംഭവിക്കുന്ന, ഞങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനെ നീ പുറത്താക്കണമേ. ഞങ്ങൾക്ക് പൂർണ്ണമായും അങ്ങേ സ്തുതിക്കുവാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളെ നീ അവിടുന്ന് വിശദീകരിക്കണമേ. സർവ്വബന്ധനങ്ങൾ ഞങ്ങളെ വിമോചിപ്പിച്ച് അങ്ങയുടെ മക്കളായി ജീവിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ അമ്മയാശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകലർക്കും വേണ്ടി അമ്മ പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.